കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സ്പീക്കർ. ആദ്യം തന്നെ എന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് നന്ദി. ഞാൻ ഇത്രയും ആവാൻ കാരണമായ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ സ്വർഗതുല്യമായ വിദ്യാലയം ആനന്ദ ഭവൻ സെൻട്രൽ സ്കൂളിനോടും നന്ദി. അധ്യക്ഷൻ മാസ്റ്റർ സൗരഭ് സാർ, സ്വാഗതം ആശംസിച്ച കുമാരി ഐഷ, ഉദ്ഘാടനം നടത്തിയ മാസ്റ്റർ മുഹമ്മദ് അഫ്സാൻ, കുട്ടികളുടെ പ്രധാനമന്ത്രി മുഹമ്മദ് അഫ്സാൻ, ശിശുദിന സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്ന ശ്രീ കെ എൻ ബാലഗോപാൽ അവർ, ശ്രീമതി ജെ ചിഞ്ചൂറാണി അവർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കൂട്ടുകാരെ, മാതാപിതാക്കളെ, കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി എന്ന പേരിൽ കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നു. ഈ ആദരവിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള അഗാധമായ സ്നേഹവും വാത്സല്യവുമാണ്. കുട്ടികളുടെ സ്വന്തം നേതാവ്. കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരടുത്തേക്ക് ഓടിച്ചെന്ന് അവരുമായി സംസാരിക്കുവാനും വാത്സല്യത്തോടെ നോക്കി കാണുവാനുമെല്ലാം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ പൂമുട്ടിനെ പോലെയാണ്. അദ്ദേഹം നിരവധി അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി ഒരു രാജ്യത്തിന്റെ പൗരൻ, ഒരു കുട്ടി ഒരു രാജ്യത്തിന്റെ ഭാവി. അദ്ദേഹത്തിന്റെ ദേഹത്തിലെ ആ ചുവന്ന റോസാപ്പൂ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹം. ഏത് ഔദ്യോഗിക പരിപാടികളിൽ പോയപ്പോൾ കുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം പ്രോട്ടോകോളുകളെല്ലാം മറികടന്ന് അവരടുത്തേക്ക് ഓടിച്ചെല്ലും, അവരുമായി സ്നേഹത്തോടെ സംസാരിക്കുവാൻ. 1964 ആ ഇരുളണഞ്ഞ ദിവസത്തിൽ കുട്ടികളുടെ നെഞ്ചത്തെ നക്ഷത്രത്തിളക്കം മങ്ങിക്കൊണ്ട് അദ്ദേഹം അമ്മയെ വിട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത്. അന്നേ ദിവസത്തിൽ കുട്ടികൾക്ക് വേണ്ടി വിവിധതരം കലാകായിക മത്സരങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തിയിരുന്നു. നെഹ്റുവിന് കുട്ടികളെ പോലെ തന്നെ പുസ്തകങ്ങളെയും വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം നിരവധി സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് നിരവധി പുസ്തകങ്ങൾ വായിച്ചു രചിച്ച് നിരവധി അറിവുകൾ പകർന്നു നൽകിയിട്ടുണ്ട്. പുസ്തകം നല്ലതാണെങ്കിൽ നമ്മളെ എല്ലാം നശിപ്പിക്കുന്നതിനായി ഒരു പന്നശക്തിയുണ്ട്, ലഹരി. ലഹരി എന്നത് രണ്ടു തരമാണ്. സ്നേഹമാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ലഹരി. എന്നാൽ മറ്റൊരു ലഹരിയുണ്ട്. അതിനാൽ തന്റെ മാതാപിതാക്കളെയും തന്റെ ഗുരുക്കന്മാരെയും വരെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നതാണ് മറ്റൊരു ലഹരി. അതേപോലെ തന്നെ യുദ്ധം. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നു വരുന്നു. ഒരു തെറ്റുപോലും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നു. നമ്മൾ ഭക്ഷണങ്ങൾ വലിച്ചെറിയുമ്പോൾ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചി കഴിയുകയാണ്. ഇനി നമുക്ക് മനോഹരമായ പ്രകൃതിയിലേക്ക് ഒരു യാത്ര പോകാം. മനുഷ്യർ സൃഷ്ടിക്കാത്തതെല്ലാം പ്രകൃതിയാണ്. പ്രകൃതി എന്നത് നമ്മുടെ അമ്മയാണ്. നമ്മൾ നമ്മുടെ അമ്മയെ ദിവസത്തോളം കരയിപ്പിക്കുകയാണ്. നമ്മുടെ അമ്മയുടെ ദേഹത്തേക്ക് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടും ചാക്കുകളിൽ നിന്ന് പുകകൾ പടർത്തിക്കൊണ്ടും അതിനെ നമ്മൾ കരയിപ്പിക്കുകയാണ്. ഈ ശിശുദിനത്തിൽ എന്റെ പ്രഭാഷണത്തിന് അവസാനത്തിന് മുമ്പ് രണ്ടു കാര്യങ്ങൾ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഒരു റോസാപ്പൂ അതിന്റെ സുഗന്ധം പരക്കുന്നത് പോലെ നമ്മുടെ നന്മകളും നാട്ടിലേക്ക് പരത്തട്ടെ. അതേപോലെ നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി നമ്മൾക്ക് കൈകോർക്കാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. ജയ്